അണക്കെട്ടും പാലവും നവീകരിച്ചതോടെ കൂവോടിന്റെ ടൂറിസം സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കൈവന്നിരിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ എം.എൽ.എ. ടൂറിസം മേഖലയിൽ ലോകശ്രദ്ധയിലേക്ക് കൂവോടിനെ എത്തിക്കാൻ നഗരസഭ ഉൾപ്പെടെ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. നവീകരണം പൂർത്തിയാക്കിയ പത്തായച്ചിറ അണക്കെട്ട് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. കൂവോടിനെ ഒരു ടോഡി വില്ലേജ് എന്ന നിലയിൽ കണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇപ്പോൾ കള്ളിച്ചെത്ത് മേഖലയിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല, പുതിയ തലമുറ കൂടി ഇതിൽ പങ്കാളികളാകണം. കള്ളുൽപാദന പ്രക്രിയ തെങ്ങിൽ കയറി നേരിൽ കാണാനുള്ള സൗകര്യം ഒരുക്കുന്നതിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് ഇത് കാണാനും പഠിക്കാനുമുള്ള അവസരം ലഭിക്കും. അതോടൊപ്പം ആമ്പൽപ്പാടങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ലോക ശ്രദ്ധ നേടുന്ന ടൂറിസം കേന്ദ്രമായി കൂവോടിനെ മാറ്റാനാകുമെന്ന് എം വി ഗോവിന്ദൻ എം.എൽ.എ. പറഞ്ഞു. ഒരു ടോഡി വില്ലേജായിട്ട് കണക്കാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല, പുതിയ തലമുറയും അതിലേക്ക് വരും. എങ്ങനെ നമുക്കതിനെ ആധുനികവൽക്കരിക്കാം എന്നുൾപ്പെടെ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് വരുന്നവരെ പഠിപ്പിക്കാൻ എങ്ങനെയാണ് ഈ കള്ള് ഉൽപാദനം, ഡെമോൺസ്ട്രേഷൻ ടൂറിസ്റ്റ് ഭാഗമായിട്ട് വരുമ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ വിവിധ മേഖലയിൽ വരുന്നവർക്ക് ഈ കള്ളെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അത് നല്ലതുപോലെ മനസ്സിലാക്കാനും നമുക്കിപ്പോൾ കൂട്ടുകാർക്ക് അതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ മരത്തിന്റെ മേഖലയും ഈ തെങ്ങിന്റെ മേഖല കയറി അതിനെ എങ്ങനെയാണ് കള്ളാക്കി രൂപപ്പെടുത്തുന്നത് എന്ന കാര്യമൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരിക്കും കാണാൻ. അത് നമുക്ക് ഫലപ്രദമായിട്ട് ആലോചിക്കണം. 60 വർഷത്തിലേറെ പഴക്കമുള്ള കൂവോട് പത്തായച്ചിറ അണക്കെട്ടിന് പകരം ഗതാഗത സൗകര്യത്തോടെ പുതുക്കി നിർമ്മിച്ച പുതിയ അണക്കെട്ട് എം വി ഗോവിന്ദൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമായ അണക്കെട്ട് കൂവോട് കീഴാറ്റൂർ കുറ്റിക്കോൽ പ്രദേശത്തെ കൃഷി സംരക്ഷിക്കുന്നതിനും നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം ഉപ്പുവെള്ളം കയറി നശിക്കാതിരിക്കാനും ഉപകാരപ്പെടുന്നതാണ്. നഗരസഭാ ചെയർപേഴ്സൺ പി കെ സുബൈർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ദീപ രഞ്ജിത്ത്, ടി ബാലകൃഷ്ണൻ, പി കെ ശ്യാമള, പുല്ലായിക്കുടി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.